Hi friends, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ DJI Osmoയുടെ പോക്കറ്റ് ആക്ഷൻ ക്യാമറയാണ് നമ്മളിപ്പോൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇന്ന് എൻ്റെ കയ്യിൽ എത്തിയിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് കുറച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പിന്നെ ഒരു റിവ്യൂ ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഇപ്പോൾ 18,000 രൂപയാണ് ഇതിൻ്റെ ഇപ്പോൾ വില വന്നിട്ട്. പക്ഷേ നമുക്ക് ദീപാവലി ഓഫറിൽ കുറച്ച് വില കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 11,000 അടുപ്പിച്ചുള്ള ഒരു റേറ്റിന് കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ക്യാമറനെ എടുത്തത്. ഇതുപോലത്തെ ഒരു കേസിലാണ് വരുന്നത്. ഇതുപോലത്തെ ഒരു കേസിൽ നമുക്ക് ഇതുപോലൊരു ക്യാമറ കിട്ടും. ഇത് ഏകദേശം നമുക്ക് വിത്ത് സ്റ്റാൻഡ് ടൈം വന്നിട്ട് ഒരു 140 മിനിറ്റൊക്കെയാണ് സ്റ്റാൻഡ് ടൈം വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് ചാർജിങ് ടൈം വന്നിട്ട് ഒരു അരമണിക്കൂർ അടുപ്പിച്ചൊക്കെ വരും. പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കുറച്ച് എടുത്തിട്ടുള്ള വീഡിയോസും അതുപോലെ ഇതിലെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോസും ബാക്കിയുള്ള കണ്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഓൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ 2 സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ചോപ്പ് കാണുന്നില്ല, ഈ സ്വിച്ചിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് ഓൺ ആവുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ, ഇത് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഫ്രണ്ടിലോട്ട് നമുക്ക് ക്യാമറ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രണ്ടാണെങ്കിൽ നമുക്ക് ആവശ്യമെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തണ്ട ക്യാമറ നേരെ തിരിഞ്ഞ് നമുക്ക് സെൽഫി വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ടിൽറ്റ് ലോക്ക്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇതിൽ കാണാൻ പറ്റും. കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഇപ്പോൾ കറക്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ട് ഇത് കറക്റ്റ് ഈ ഭാഗം മാത്രം പിന്നെ അനങ്ങില്ല. ടിൽറ്റ് ലോക്കുണ്ട്. പിന്നെ കണ്ട ടിൽറ്റ് ലോക്കായി കണ്ട, ഇതിൻ്റെ അനക്കത്തിലൊക്കെ കുറച്ച് വ്യത്യാസം വരും. ജിംബലിലുള്ള ഫുള്ള് മാറും. പിന്നെ അവിടെ നമ്മൾ സ്പീഡിൽ റൺ ചെയ്യണമെങ്കിലുള്ള ഓപ്ഷൻ ഉണ്ട്. അത്ര ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഇത് താഴെ നിന്ന് നമ്മൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴാണ്. പിന്നെ സൈഡിൽ നിന്നാണെങ്കിൽ വീഡിയോ, ഫോട്ടോ പലതും എടുക്കുകയാണ്, ടൈം ലാപ്സ് ഒക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, സ്ലോ മോഷൻ. അപ്പോൾ ഇതിൽ എല്ലാത്തിൻ്റെ ഓരോ വീഡിയോസ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിരിക്കുക. ഇതിൽ ഓരോ നമ്മൾ എടുക്കുന്ന വീഡിയോസൊക്കെ ഇതിൽ 4K നമുക്ക് 4Kയിൽ വീഡിയോ എടുക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. 4Kയിൽ നല്ല രീതിയിൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യേണ്ട ഇതിൽ തന്നെ വീണ്ടും ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓഫായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇതില്ല. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് വന്നിട്ട് ഏകദേശം ഒരു പൊന്മുടിയുടെ കട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ്, അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഫോട്ടോസ് എടുത്തിട്ട് അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിരിക്കാം ഈ വീഡിയോയുടെ കൂടെ തന്നെ. കണ്ട, ഇത് ഏകദേശം നമ്മളൊരു പൊന്മുടിയുടെ അതേ കട്ട് വരുന്ന ഒരു പ്ലേസ് ആണ്. ഇത് എൻ്റെ വീടിന് തൊട്ടടുത്തുണ്ടെന്ന് പറയുന്നതിൽ തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മളെ കാട്ടാക്കടയിൽ നിന്നും ഏകദേശം ഒരു 5 എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലോട്ട് എടുത്ത് സ്ക്രോൾ ചെയ്തിട്ട് ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ കാണുന്നത് ഞാൻ ഇതിലെടുക്കുന്ന വീഡിയോ ആണ്. ഇത് നമുക്ക് കുറച്ചുകൂടെ ഡിസ്റ്റൻസിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോസ് കിട്ടും. ഇതിലിപ്പോൾ എന്നെ കാണുന്നില്ല. ഇതിപ്പോൾ ഇതിൽ വന്നിട്ട് 4Kയിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള നമ്മൾ ഈ ജിംബൽ വന്നിട്ട് ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ കുറച്ച് പ്രോബ്ലംസ് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഇതിന് ചെറുതായിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഴ സമയത്തൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, വാട്ടർ പ്രൂഫൊന്നും അല്ല, അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ നമുക്ക് ബൈക്കിലൊക്കെ നമുക്ക് പോകുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വീഡിയോസൊക്കെ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. സ്റ്റെബിലിറ്റിയുടെ കാര്യം നമ്മൾ പക്ക പറയേണ്ടതുണ്ട്. കാരണം നല്ല സ്റ്റെബിലിറ്റിയും അതുപോലെ 4K വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വീഡിയോസൊക്കെ നല്ല പക്ക ക്ലാരിറ്റിയും ക്രിസ്പി അത്ര ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെയാണ് നമുക്കിത് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇതിൽ നമുക്ക് വന്നിട്ടുള്ള ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ഇങ്ങനെ 11 സംതിങ് ആയിരിക്കുമ്പോൾ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാതെ ഒരു 18-നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത്രയുള്ള ക്യാഷിന് നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടെ വേറെ ക്യാമറ ഒക്കെ നോക്കുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു റേറ്റിന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മേടിക്കുക. ഈ ഒരു റേറ്റിന് കിട്ടിയതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. DJI Osmoയുടെ ഫസ്റ്റ് ഇതാണ് പോക്കറ്റ് ക്യാമ എന്ന് പറയുന്ന ക്യാമ. അപ്പോൾ ഇത് പോക്കറ്റ് ക്യാമ അതുപോലെ ആക്ഷൻ ക്യാമ ലൈക്കിലുള്ളതിൽ എൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. ആദ്യം എനിക്കൊരു ഇപ്പോൾ DSLR എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ള ഒരു ക്യാമറയാണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ വീഡിയോയിൽ നമുക്ക് പിന്നെ വോയിസ് റെക്കോർഡിങ്ങും നമ്മുടെ ഏകദേശം ഒരു മൈക്ക് വെച്ച് തന്നെ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന പോലെ അത്രയും കുറച്ച് ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. കുറച്ച് നോയ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ മേടിക്കുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് മേടിച്ച് നോക്കുക. എൻ്റെ ഉള്ള വീഡിയോസും ഇതിൻ്റെ എടുത്ത വീഡിയോസ് എല്ലാം ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്ത് നോക്കുക. എന്തായാലും ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. പിന്നെ നമുക്ക് ചാർജൊക്കെ നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് ചാർജ് കയറുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവരെ മേടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്.